ബുള്ളറ്റ് ട്രെയിൻ പോകുന്നതാണ്. നമ്മൾ ടോക്കിയോ ടൊയോട്ടയിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന വഴിക്കുള്ള ബുള്ളറ്റ് ട്രെയിനിലെ യാത്രയാണ്. ഈ ട്രെയിൻ 300 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 188 മൈൽ. ഇപ്പോൾ ടണൽ കയറി മലകളും അതുപോലെ പുഴകളും നിറഞ്ഞ നാടാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ യാത്ര ചെയ്ത പ്രദേശങ്ങൾ മുഴുവൻ മലകളായിരുന്നു. മലകളും അതിന്റെ ഇടയിലെ നദികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഇന്ന് ഈ ടോക്കിയോയിലോട്ടുള്ള യാത്രയിൽ കുറെ സമയമാണ് ഒരു നിരന്ന സ്ഥലം കണ്ടത്. പിന്നീടിപ്പം മലകളായി വീണ്ടും. മലകൾ തുറന്നാണ് റോഡുകൾ. ഇന്നലെ കംപ്ലീറ്റ് മല തുറന്നുള്ള റോഡുകളിലൂടെയാണ്. മല തുറന്ന് പാലങ്ങളും റോഡുകളും സൃഷ്ടിച്ചാണ് മലകളിലൂടെ റോഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് കയറുമ്പോഴാണ് ഈ ടണൽ വരുന്നത്. ഇടയിൽ പാലങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഹൈ റേഞ്ചിൽ ഇടുക്കിയിലൂടെ പോകുന്ന യാത്ര പോലെ തന്നെ. പക്ഷേ റോഡിന്റെ സിസ്റ്റം അതല്ല. മല തുറന്നാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി. ബുള്ളറ്റ് ട്രെയിനിന്റെ യാത്രയെ പറ്റി പറഞ്ഞേ. ആദ്യമായിട്ടാണോ കയറുന്നത് ബുള്ളറ്റ് ട്രെയിനില്? അല്ലല്ല, ജപ്പാനില് ബുള്ളറ്റ് ട്രെയിനിൽ മാഗ്നറ്റിക് ട്രെയിനിലും കയറിയിട്ടുണ്ട്. ഇത് കൂടാതെ മാഗ്നറ്റിക് ട്രെയിൻ ഉണ്ടോ? ഇത് കൂടി അത് ചൈനയിലാണ്. ഇതില് ഭയങ്കര സ്പീഡാണ്. ഓക്കെ. ഇത് 300 കിലോമീറ്ററിലാണ് പോകുന്നത്. 300 കിലോമീറ്റർ. മറ്റേ 800 ആണോ? 800 കിലോമീറ്ററോ? എന്റെ അമ്മേ, അപ്പൊ ശ്വാസം കിട്ടുമല്ലോ. നമ്മുടെ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു. സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പില് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ശരി. ഈ മാഗ്നറ്റിക് ട്രെയിൻ കറങ്ങലോ? നമ്മുടെ ലിവർപൂളിൽ നിന്നുള്ള സ്കൂളിൽ നിന്നുള്ള ഒരു ട്രിപ്പില് റിക്വസ്റ്റ് ചെയ്ത് കയറിയായിരുന്നു. അവർ എക്സ്ട്രാ പേ ചെയ്തിട്ട് ഭയങ്കര അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിപ്പോ മറ്റേ ടവറിന്റെ മുകളിൽ കയറില്ല, 60 നില ടവറിൽ കയറില്ല, അതില് ലിഫ്റ്റില് പോകുന്ന നമുക്കൊരു ഇതില്ല. അതായത് നമ്മുടെ നാട്ടില് നമ്മുടെ വെടിക്കെട്ടിന്റെ വാണം എടുത്തില്ല, അതേ പോക്കാണ്. എന്നാ മാഗ്നറ്റിക് ട്രെയിൻ അല്ലേ? ഞാൻ കേട്ടിട്ട് പോലില്ല കേട്ടോ. അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഈവൻ ചൈന പോലെ ട്രെയിനൊക്കെ. ശരി. സ്ഥലം ഞാൻ കിട്ടുപോയി. അവര് ഫർദർ ചെയ്യുന്നില്ല. എക്സ്പെൻസീവ് ഇവിടെ ഇറങ്ങാൻ പറ്റും. ബാബാൻകുട്ടി ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ മറ്റൊരു ട്രെയിൻ പോകുന്നതാണ്. കണ്ണ് നോക്കി തിരിഞ്ഞതിന് മുമ്പ് പോവുകയാണ്. ഇതാണ് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിന്. ജപ്പാനിലെ വീടുകള് നമ്മുടെ നാട്ടിലെ വീട് പോലെയല്ല, വളരെ ചെറിയ വീടുകളാണ്. പട്ടണങ്ങളിൽ മുഴുവൻ മനുഷ്യർ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ഗ്രാമങ്ങളിൽ വളരെ ചെറിയ അതുപോലെ ഇവിടുത്തെ മനോഹരമായ ഒരു കാര്യമാണ് നദികള്. ഈ എല്ലാ മലകളുടെ ഇടയ്ക്കൂടെ നദികൾ ഒഴുകുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നദികൾ. ഈ നദികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇവരുടെ ഒരു കഴിവ്. അതിന്റെ അകത്ത് ഒരു പൊടി പോലും കാണാൻ പറ്റില്ല. നമുക്കൊരു പൊടി പോലും നദിയിൽ അത്ര മനോഹരമായിട്ടാണ്. ഇതിവിടെ വീടുകൾ നോക്കുക, വളരെ ചെറിയ വീടുകളാണ്. ഇതൊക്കെ ചെറിയ വീടുകൾ, വളരെ ചെറിയ വീടുകളാണ് ജപ്പാനിലെ വീടുകൾ എന്ന് പറയുന്നത്. പക്ഷേ പട്ടണങ്ങളിലെല്ലാം തന്നെ ഫ്ളാറ്റുകളിലാണ് ആളുകൾ താമസിക്കുന്നത്. ഇവരുടെ അഗ്രികൾച്ചർ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ഇടയ്ക്ക് കാണാം. പക്ഷെ മലകളാണ്. മലകൾ ഒരു അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാക്കാതെ മലകളെ സംരക്ഷിച്ചിരിക്കുകയാണ്. മലകളും നദികളും ഇതുപോലെ മനോഹരമായി സംരക്ഷിക്കുന്ന ഒരു സ്ഥലം വേറെ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നമുക്കിവിടെ റോഡ്, ഇത്രയും ക്ലീൻ ആയിട്ടുള്ള റോഡ് വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ യൂറോപ്പിൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു ക്ലീൻ ആയിട്ടുള്ള റോഡ് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ജപ്പാൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു രാജ്യമാണ്. ഇവിടുത്തെ സ്ത്രീകൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ സ്ത്രീ സമത്വമുള്ള നാടാണ്. അതുപോലെ
ഇൻഡസ്ട്രിയും വ്യവസായവും ഇത്രമാത്രം ഭംഗിയായി കൊണ്ടുനടക്കുന്ന ഒരു നാട് വേറെയില്ല. അതുപോലെ ഞാൻ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ട് ഇതുവരെ ഞങ്ങളിപ്പോൾ 4-5 ദിവസമായി യാത്ര ചെയ്യുന്നു. 5 ദിവസത്തിനിടയ്ക്ക് ഒരു റോഡ് ആക്സിഡന്റ് പോലും കണ്ടിട്ടില്ല. അതുപോലെ പോലീസിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പോലീസുകാരെ കാണാൻ തന്നെ വളരെ കുറവാണ്. ഒരു വണ്ടിയാണ് ആകെപ്പാടെ പോലീസ് വണ്ടി. വലിയ പട്ടണത്തിൽ താമസിപ്പോൾ നമ്മൾ കൊയോട്ടയിൽ താമസിപ്പോൾ ഒരു പോലീസ് വണ്ടിയാണ് ആകെ കണ്ടത്. അങ്ങനെ റോഡില് വാഹനങ്ങൾ നമ്മൾ ഏത് സിറ്റി ചെന്നാലും ബോഡി ഡാമേജഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. പക്ഷെ ഒരൊറ്റ എണ്ണം പോലും ഈ സിറ്റികളിലൊന്നും കണ്ടിട്ടില്ല ഡാമേജ്. അങ്ങനെ ആക്സിഡന്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാണോ ഇത് അഗ്രികൾച്ചർ, ഇത് വീറ്റ് നടന്ന സ്ഥലമാണ്. അഗ്രികൾച്ചറിന്റെ ഏരിയ ആണ് ഇപ്പൊ പോകുന്നത്. അങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു വലിയ എക്സ്പീരിയൻസ്. ഇതുണ്ടോ, ഇത് ഒലിവാണ് തോന്നുന്നത്, ഒലിവ് മരങ്ങളാണെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് വീറ്റിന്റെയോ ഒക്കെ ഫീൽഡുകളാണ്. ഇതുണ്ടോ, ചെറിയ വീടുകളാണ്, ചെറിയ വീടുകൾ. ഇത് അടുത്ത ബുള്ളറ്റ് ട്രെയിൻ പോകുന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു ട്രെയിൻ കടന്നു പോകും. എന്നാലും വളരെ അത്ഭുതകരമായിട്ടുള്ള വളരെ അതിമനോഹരമായ ഒരു രാജ്യമാണിത്. ഇവിടുത്തെ മനുഷ്യരുടെ വിനയം, അതോടൊപ്പം തന്നെ അവരുടെ ആതിഥ്യ മര്യാദ, ഇതൊക്കെ ലോകത്തിന് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അത്രമാത്രം വിനയവും ആതിഥ്യ മര്യാദയുള്ള മനുഷ്യരാണ് ഇവിടെ. ഈ 2ാം ലോകമഹായുദ്ധത്തിൽ ഇതുപോലെ നശിച്ചുപോയ രാജ്യം ഇത്ര മനോഹരമായി അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ അധ്വാനവും അതോടൊപ്പം അവർ തലകുനിച്ച് കാണിക്കുന്ന വിനയത്തിലൂടെ അവർ നേടിയ വിസ്ഡവുമാണ് അതിന് കാരണമായിട്ടുള്ളത്. എന്നാലും അതിമനോഹരമായ രാജ്യം കാണാൻ കഴിഞ്ഞതിന് വലിയ ഭാഗ്യം. താങ്ക് യു. ഇതെന്ന് പറഞ്ഞ നമ്മുടെ ഇതുവരെയുള്ള യാത്രയെ പറ്റി 2 വാക്ക് പറഞ്ഞു. ട്രെയിൻ യാത്രയാണോ? ട്രെയിൻ യാത്രയെ പറ്റിയും അതുപോലെ തന്നെ ജപ്പാനെ പറ്റി 2 വാക്ക് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ജപ്പാനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ചൈനയിലായിരുന്നു. ഇത് ചൈനയെക്കാളും ഡെവലപ്പായ ഒരു കൺട്രിയാണ്. ഇത് വളരെ നേരത്തെ തന്നെ ചൈനയെക്കാളും ഡെവലപ്പായി. ചൈന ഈ അധികം കാലമായിട്ടില്ല ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ട്. ഇപ്പോൾ ഞങ്ങൾ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിലാണ്, അതായത് 300 കിലോമീറ്ററോളം സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. അത് തന്നെയല്ല, ഇവിടെ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ അതിവിപുലമായ ഒരു നെറ്റ്വർക്കാണ്. എവിടെ നോക്കിയാലും ട്രെയിൻ തലങ്ങനും വിലങ്ങനും ഒക്കെ ഓടുന്നത് കാണാം. അതുപോലെ ഫ്ലൈ ഓവറുകളും ലെയറാണ്. അതൊരു ഭയങ്കരമാണ്. സിറ്റിയിലൊന്നും ഒരു കൺജഷൻ ഇല്ലാതെ അവർ സെറ്റ് ചെയ്തിരുന്നാണ് ഞാൻ അതിശയപ്പെട്ടു പോകും. ഫ്ലൈ ഓവറുകളും അതുപോലെ തന്നെ ടണലുകളും ഇഷ്ടം പോലെയുണ്ട്. ഓരോ സിറ്റികളും ഒരു 4 വശത്തും മലകൾ ഉള്ള ഏതെങ്കിലും ഒരു താഴ്വരയിലായിരിക്കും സാധാരണ സിറ്റികൾ ഉള്ളത്. എന്നാലും വളരെ ഓർഗനൈസ്ഡ് ആയ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻനെസ്, അതായത് വിനയം, ആളുകളുടെ വിനയം ഇതെല്ലാം വളരെ വേസ്റ്റ് എടുക്കാൻ ബിന്നില്ല. പക്ഷെ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോകണം. കയ്യിൽ കൊണ്ടുവരണം. അവർ കളയണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതേ കടയിൽ കൊണ്ട് തിരിച്ചു കൊടുക്കണം. വേറൊരു കടക്കാരൻ അത് എടുക്കത്തില്ല. അത് പറഞ്ഞ പലയിടത്തും എഴുതിയും വെച്ചിട്ടുണ്ട്. നമ്മളെ അമ്പലങ്ങളിൽ പോയില്ലേ, അവിടെ അതിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ഏത് കടയില് ആണോ അതിന്റെ വേസ്റ്റ് ആ കടയിൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട്. അതെ, ഒരു വേസ്റ്റ് ബിൻ പോലും ഇല്ല. എന്നിട്ട് പോലും ഒരു വേസ്റ്റിന്റെ ഒരു പൊടി പോലും കാണാനില്ല. ഇത്ര മനോഹരമായ ഇതിനെ അതായത് ഇത്രയും സിവിക് സെൻസ് ഉള്ള ഒരു സമൂഹം. വിനയത്തെ പറ്റി പറയുമ്പോൾ ഓരോ കമ്പാർട്ട്മെന്റിലേക്കും വരുന്ന സെക്യൂരിറ്റി ഓഫീസറാണേലും ഓഫീസറാണേലും ആദ്യമേ ഡോർ എല്ലാരെയും ബോ ചെയ്തിട്ട് ബോ ഡൗൺ ചെയ്തിട്ടാണ്. അത് നമ്മളെ ഭയങ്കര അത് ഞാനും പോയി ഇറങ്ങി പോകുമ്പോൾ തിരിച്ച് ബോ ചെയ്തു. അത് നമ്മളെ സർപ്രൈസ് ചെയ്തു. നമ്മുടെ നാട്ടിലെ ഓഫീസേഴ്സിന് ട്രെയിനിൽ ടിടിക്കും മറ്റവർക്കും അല്ലെ, അവര് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത് എത്ര റൂഡായിട്ടാണ്, എത്ര റഫായിട്ടാണ് നമ്മളെ. ഓക്കെ, താങ്ക് യു.